My dear students, this is your Mary teacher and welcome to my YouTube channel, Mary's Thoughts and Talks. Now let us start the first unit. The name of the first unit is Glimpses of Greatness. നമുക്ക് ആദ്യത്തെ യൂണിറ്റ് ആരംഭിക്കാം. ആദ്യത്തെ യൂണിറ്റിൻ്റെ പേരാണ് ഗ്ലിംസസ് ഓഫ് ഗ്രേറ്റ്നെസ് എന്ന് പറഞ്ഞാൽ മഹത്വത്തിൻ്റെ മിന്നൊളികൾ. Now here is a quote by Winston Churchill, who was the Prime Minister of United Kingdom and a famous writer. Success is not final. Failure is not fatal. It is the courage to continue that counts. നമുക്ക് യുണൈറ്റഡ് കിങ്ഡത്തിൻ്റെ പ്രധാനമന്ത്രിയും ഒരു വലിയ രാഷ്ട്രീയക്കാരനും എഴുത്തുകാരനുമായ വിൻസ്റ്റൺ ചർച്ചിലിൻ്റെ ഒരു കോട്ട് വെച്ച് തന്നെ ആരംഭിക്കാം. വിജയവും തോൽവിയും ഒന്നിൻ്റെയും അവസാനമല്ല. തോൽവിയിൽ നിന്ന് ആത്മധൈര്യത്തോടെ പരിശ്രമം തുടർന്നു കൊണ്ടുപോകുന്നതാണ് വിലമതിക്കപ്പെടുന്നത്. This first unit highlights the personality traits of some great people and also about the qualities that are to be developed so as to become successful in life. നിങ്ങൾക്ക് പഠിക്കാനുള്ള ആദ്യത്തെ യൂണിറ്റിൽ മഹത് വ്യക്തികളുടെ ഗുണങ്ങൾ, ജീവിതത്തിൽ വിജയിക്കുന്നതിനാവശ്യമായ കാര്യങ്ങൾ, ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പറഞ്ഞു തരികയാണ്. The first lesson is an interesting story written by Liam O'Flaherty, who is an Irish novelist and short story writer. നിങ്ങൾക്ക് പഠിക്കാനുള്ള ആദ്യത്തെ പാഠം, ഒന്നാമത്തെ യൂണിറ്റിലെ ആദ്യത്തെ പാഠം നല്ല ഒരു കഥയാണ്. ആ കഥ എഴുതിയത് ലിയം ഓഫ്ലേഹർട്ടി എന്ന് പറയുന്ന ഒരു ഐറിഷ് നോവലിസ്റ്റും ചെറുകഥാകൃത്തുമാണ്. This story teaches us to face the challenges of life. ജീവിതത്തിൻ്റെ വെല്ലുവിളികളെ എങ്ങനെയാണ് അഭിമുഖീകരിക്കണം എന്ന് ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നു. The name of the story is First Flight. This story is about a young seagull who was afraid to fly. നിങ്ങൾക്ക് പഠിക്കാനുള്ള ആദ്യത്തെ കഥയുടെ പേരാണ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പറക്കൽ. പറക്കാൻ ഏറെ ഭയപ്പെട്ടിരുന്ന ഒരു കൊച്ചു കടൽക്കാക്കയുടെ കഥയാണ് ഫസ്റ്റ് ഫ്ലൈറ്റ്. The young seagull was alone on the ledge. His brothers and sisters already flown away the day before. He had been afraid to fly with them. He ran to the brink of the ledge and flapped
his wings, but became afraid when he saw the vast sea under him. The sea was miles down. He felt his little wings would not support him. So he ran back to the hole and slept there at night. നമ്മുടെ കുഞ്ഞു കടൽ കാക്ക ആ പാറ അടുക്കിൽ തനിയെയാണ്. അവൻ്റെ സഹോദരനും സഹോദരിമാരും ഒക്കെ തലേന്ന് തന്നെ പറന്നു കഴിഞ്ഞിരുന്നു. ഈ കുഞ്ഞു കടൽക്കാക്കയ്ക്കാകട്ടെ അവരുടെ കൂടെ പറക്കാൻ പേടിയായിരുന്നു. അവൻ ആ പാറ അടുക്കിൻ്റെ ഒരറ്റത്തു നിന്ന് മറ്റൊരറ്റത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്നു. തൻ്റെ കുഞ്ഞു ചിറകുകൾ അടിച്ച് പറക്കാനായി ചെറിയൊരു ശ്രമം തുടങ്ങി. പക്ഷേ താഴെ പരന്നു കിടക്കുന്ന വിശാലമായ കടൽ കണ്ടപ്പോൾ അവന് ഏറെ ഭയപ്പാടുണ്ടായി. കടലാകട്ടെ താൻ നിൽക്കുന്ന പാറയിടുക്കിൽ നിന്നും ഒരുപാട് മൈലുകൾ താഴെയാണ്. അവന് തോന്നി തൻ്റെ കുഞ്ഞു ചിറകുകൾ തന്നെ പറക്കാൻ സഹായിക്കില്ല എന്ന്. അതുകൊണ്ട് അവൻ പേടിച്ച് തിരിച്ച് തൻ്റെ മാളത്തിൽ ചെന്ന് അവിടെ കിടന്നുറങ്ങി. His brothers and sisters had wings sharper than him. They flapped their wings and flew away. He did not have the courage to fly. His father and mother called him, scolded him, even threatened to starve him, but he could not move. അവൻ്റെ സഹോദരന്മാർക്കും സഹോദരിമാർക്കും അവനേക്കാൾ ചെറിയ ചിറകുകളാണ് ഉണ്ടായിരുന്നത്. പക്ഷേ അവരെ തങ്ങളുടെ ചിറകുകളടിച്ച് പറന്നുപോയി. ഇവനാകട്ടെ പറക്കാനുള്ള ധൈര്യവും ഉണ്ടായില്ല. അവൻ്റെ അച്ഛനും അമ്മയും അവനെ ദൂരെ നിന്നൊരുപാട് വിളിച്ചു, വഴക്ക് പറഞ്ഞു. ഭക്ഷണം തരില്ല, പട്ടിണിക്കിടും എന്നും പറഞ്ഞു. പക്ഷേ അവൻ നിൽക്കുന്നിടത്തു നിന്ന് അനങ്ങിയ പോലുമില്ല. All that happened yesterday. Since then, nobody had come to him. The day before, his parents were flying with his brother and sister, teaching them the art of flight. They taught them to skim the waves and to dive for the fish. He watched his brother catching first herring and eating it standing on a rock. The parents circled around his brother, making a proud cackle. All the morning, the whole family walked on the plateau opposite the cliff and laughed at him for his cowardice. ഇതെല്ലാം തലേ ദിവസമാണ് നടന്നത്. അതിനുശേഷം ആരും അവൻ്റെ അടുത്തേക്ക് വന്നിട്ടില്ല. തലേ ദിവസം അവൻ്റെ മാതാപിതാക്കൾ സഹോദരിമാരെയും സഹോദരന്മാരെയും പറക്കലിൻ്റെ വിവിധ രീതികൾ പഠിപ്പിക്കുകയായിരുന്നു. മാതാപിതാക്കൾ സഹോദരങ്ങളെ തിരമാലകൾ വന്നാൽ എങ്ങനെ തെന്നി മാറാമെന്നും ഒരു മത്സ്യത്തെ എങ്ങനെ ഊളിയിട്ട് പിടിക്കാമെന്നും ഒക്കെ അവരെ പഠിപ്പിക്കുകയായിരുന്നു. അവൻ നോക്കുമ്പോൾ അവൻ്റെ സഹോദരൻ ഒരു മത്സ്യത്തെ ഊളിയിട്ടിറങ്ങി പിടിക്കുന്നതും ഒരു പാറയിൽ നിന്നുകൊണ്ട് കൊത്തിപ്പറിച്ച് അത് ഭക്ഷിക്കുന്നതുമാണ് കണ്ടത്. അവൻ്റെ മാതാപിതാക്കൾ സഹോദരന് ചുറ്റും പറന്നുകൊണ്ട് അവനെ അഭിനന്ദിക്കുകയും ചെയ്തിരുന്നു. രാവിലെ മുഴുവൻ കുടുംബത്തിലുള്ള എല്ലാവരും അവൻ നിൽക്കുന്ന പാറയിടുക്കിന് എതിരായുള്ള
ഉയർന്ന സമതലത്തിൽ നിന്നുകൊണ്ട് ഇവനെ പരിഹസിക്കുകയും അവൻ്റെ ഭീരുത്വത്തെ കളിയാക്കുകയും ചെയ്തു. The sun was rising up. He felt the heat because he had not eaten anything since yesterday night. He found a dried piece of mackerel's tail at the far end of the ledge. There was no food. He searched everywhere, even in the nest where he and his siblings were hatched. He even gnawed the eggshell scattered there. It was like eating a part of himself. സൂര്യൻ ഉയർന്നു പൊങ്ങാൻ തുടങ്ങി. അവന് ഒരുപാട് ചൂട് അനുഭവപ്പെട്ടു. കാരണം തലേദിവസം രാത്രി മുതൽ അവൻ യാതൊന്നും ഭക്ഷിച്ചിട്ടില്ല. അവൻ ഒരു അയലയുടെ വാലറ്റം, ഒരു തുണ്ട് അവിടെ കിടക്കുന്നത് കാണുകയാണ്. അല്ലാതെ അവന് ഭക്ഷിക്കാൻ വേറെ യാതൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അവൻ എല്ലായിടവും പരതി. അവൻ മുട്ടയിൽ നിന്ന് വിരിഞ്ഞ തൻ്റെ കൂട് മുഴുവൻ ഭക്ഷണത്തിൻ്റെ ഒരു അംശത്തിന് വേണ്ടി തിരയുകയാണ്. അവിടെ ചിതറിക്കിടന്നിരുന്ന മുട്ടത്തൊണ്ടുകൾ അവൻ പതിയെ കാരാനായിട്ട് തുടങ്ങി. അവൻ്റെ ഒരു ഭാഗം തന്നെ ഭക്ഷിക്കുന്നത് പോലെയാണ് അപ്പോൾ അവന് തോന്നിയത്. He then tried to reach his parents by walking from one end of the ledge to the other, but at each side the ledge ended in sheer fall of precipice with sea beneath. He could reach his parents if he could move northwards along cliff face, but there was no ledge to walk on. He stepped slowly from the end of the ledge and stood on one leg, hiding his other leg under the wings. He then closed his eyes, pretending to be asleep, but his parents took no notice of him. അവൻ ആ പാറയിടുക്കിൻ്റെ ഒരറ്റത്തു നിന്ന് നടന്ന് മാതാപിതാക്കളുടെ അടുത്തേക്ക് എത്താനായി ശ്രമിക്കുകയാണ്. പക്ഷേ പാറയടുക്കിൻ്റെ ഓരോ വശത്തും ചെങ്കുത്തായ ചെരിവാണ്. താഴെയാകട്ടെ വിശാലമായ കടലും. ഈ പാറയടുക്കിലൂടെ വടക്കു ദിശയിൽ നടന്നാൽ തൻ്റെ മാതാപിതാക്കളുടെ അടുത്ത് എത്താനായിട്ട് സാധിക്കും. പക്ഷേ പാറയടുക്ക് ഓരോ ഭാഗത്തും ചെങ്കുത്തായ ചെരിവാണ്. അവൻ യാതൊരു രക്ഷയുമില്ല എന്ന് അവന് തോന്നുകയാണ്. അവനൊരു ഒറ്റ കാലിൽ നിന്നുകൊണ്ട് മറ്റേ കാല് ചിറകിനടിയിൽ ഒളിപ്പിച്ച് വെച്ച് പതിയെ കണ്ണുകളടച്ച് ഉറങ്ങുന്ന പോലെ അഭിനയിക്കുകയാണ്. അവൻ്റെ മാതാപിതാക്കളാകട്ടെ അവനെ തീരെ ശ്രദ്ധിച്ചതായി ഭാവിച്ചില്ല. He saw his brothers and sisters dozing on the plateau. His father was preening his feathers, and his mother was looking at him. Mother was standing on a high hump. She tore at a piece of fish which lay at her feet and scraped her beak on the rock. The sight of the food maddened the young seagull. He wanted to tear food that way, scraping his beak. He called his mother. His mother suddenly responded and looked at him. അവൻ നോക്കിയപ്പോൾ അവൻ്റെ സഹോദരന്മാരും സഹോദരിമാരും എതിർ ദിശയിലുള്ള സമതലത്തിൽ ഉറങ്ങുന്നതാണ് കണ്ടത്. അവൻ്റെ അച്ഛനാകട്ടെ തൂവലുകൾ വൃത്തിയാക്കുകയായിരുന്നു. അമ്മ മാത്രമാണ് അവൻ്റെ നേർക്ക് നോക്കിക്കൊണ്ടിരുന്നത്. അമ്മ ഒരു ഉയർന്ന പാറയിൽ കയറി നിന്നുകൊണ്ട് ഒരു മീൻ കഷ്ണം, തൻ്റെ കാലിനടുത്ത് കിടന്നിരുന്ന മീൻ കഷ്ണം കൊക്കുകൊണ്ട് കൊത്തിപ്പറിക്കുകയാണ്.
പാറയിലിടയ്ക്ക് കൊക്ക് ഉരച്ചുകൊണ്ട് മൂർച്ച കൂട്ടുന്നുമുണ്ട്. ആ മീൻ കഷ്ണം കണ്ടപ്പോൾ നമ്മുടെ കുഞ്ഞു കടൽക്കാക്കയ്ക്ക് വിശപ്പ് വർദ്ധിച്ചു. അവന് തൻ്റെ അമ്മയെപ്പോലെ കൊക്കുകൾ പാറയിൽ ഉരച്ചുകൊണ്ട് മൂർച്ച കൂട്ടി മീൻ കഷ്ണം കൊത്തിപ്പറിച്ച് തിന്നണമെന്ന് തോന്നി. ഭക്ഷണത്തിൻ്റെ കാഴ്ച അവനെ ഭ്രാന്ത് പിടിപ്പിച്ചു. അവൻ അവൻ്റെ അമ്മയെ ഒച്ച വെച്ച് വിളിക്കാൻ തുടങ്ങി. അമ്മ തിരിച്ച് അവനെ നോക്കി ഉത്തരം നൽകി. He then cried, Gaga, begging her to bring him some food. She mocked at him. He continued making sorrowful sound, and then he suddenly uttered a joyful scream when he saw his mother flying towards him with a piece of fish. He leaned out, trying to get nearer to her, but when the mother was just opposite to him, she halted. Her wings were motionless. The piece of fish was almost within reach of his beak. അവനുറക്കെ വീണ്ടും ഭക്ഷണത്തിനായി അമ്മയോട് കരഞ്ഞു വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. അമ്മ അവനെ കളിയാക്കി. അവൻ വീണ്ടും തൻ്റെ കരച്ചിൽ തുടർന്നു. പിന്നീട് അവൻ അതാ ഒരു സന്തോഷത്തിൻ്റെ ശബ്ദം പുറപ്പെടുവിക്കുകയാണ്. അവൻ നോക്കിയപ്പോൾ അവൻ്റെ അമ്മ ആ മീൻ കഷ്ണം കൊക്കിൽ ഒതുക്കിക്കൊണ്ട് തൻ്റെ നേർക്ക് പറന്നടുക്കുന്നതാണ് കാണുന്നത്. അവൻ അമ്മയുടെ അടുത്തേക്ക് എത്താനായി മുന്നോട്ടേക്ക് ആഞ്ഞു. പക്ഷേ അമ്മ അവൻ്റെ നേരെ എതിരെ അടുത്തെത്തിയപ്പോൾ അനക്കമില്ലാതെ വായുവിൽ നിന്നു. അവളുടെ ചിറകുകൾ അനങ്ങിയില്ല. ആ മീൻ കഷ്ടമാകട്ടെ അവൻ്റെ കൊക്കിന് അടുത്തെത്തിയതേയുള്ളൂ. He waited and wondered why she didn't come nearer. Then, maddened by hunger, he dived at the fish. With a loud scream, he fell outwards and downwards into space. His mother swooped upwards. He could hear the swish of her wings. Then he was afraid, and he felt that his heart stood still for a moment. He could hear nothing. In the next moment, he spread his wings. The wind brushed against his stomach and wings. He felt the tips of his wings cutting the air. He was not falling, but flying. He became brave. He flapped his wings and soared upwards. അവൻ എന്തുകൊണ്ടാണ് അമ്മ തൻ്റെ അരികിലേക്ക് വരാത്തത് എന്ന് നോക്കിയിരുന്നു. പിന്നെ വിശപ്പിനാൽ ഭ്രാന്തനായി അവൻ ആ മീൻ കഷ്ണം ലഭിക്കുന്നതിനായി മുന്നോട്ടേക്ക് ആഞ്ഞു ചാടി. ഒച്ചയോടുകൂടി അവൻ അതാ പുറത്തോട്ട് വീഴുന്നു. താഴേക്ക് അന്തരീക്ഷത്തിലേക്ക് അവൻ വീഴുകയാണ്. അവൻ്റെ അമ്മ ചിറകടിച്ച് കുത്തനെ ഉയർന്നു പൊങ്ങി. അവന് അമ്മയുടെ ചിറകടികൾ കേൾക്കാമായിരുന്നു. അവനാകട്ടെ ഒരുപാട് ഭയപ്പെട്ടു. തൻ്റെ ഹൃദയം നിലച്ചുപോയോ എന്നവന് ഒരു നിമിഷം തോന്നി. അവന് വേറൊന്നും കേൾക്കാനുണ്ടായിരുന്നില്ല. അടുത്ത നിമിഷം അവൻ തൻ്റെ ചിറകുകൾ വിരിച്ചു. കാറ്റ് അവൻ്റെ നെഞ്ചത്തേക്കും ചിറകുകളുടെ മേലും വന്നടിക്കുന്നുണ്ടായിരുന്നു. തൻ്റെ ചിറകിനറ്റങ്ങൾ കാറ്റിനെ വരിഞ്ഞു മാറ്റുന്നത് അവൻ അറിഞ്ഞു. അവനപ്പോൾ താഴോട്ട് വീഴുകയായിരുന്നില്ല, പറക്കുകയായിരുന്നു. അവന് കുറച്ചൊക്കെ ധൈര്യം തോന്നി. അവൻ പതിയെ ചിറകുകളടിച്ച് മുകളിലോട്ട് ഉയർന്ന് പറക്കാനായി തുടങ്ങി. He made a joyful sound and flapped his wings. He climbed higher. He then cackled. His mother flew near him.
her wings making a loud noise. Then his father flew over him, screaming. His brothers and sisters were soaring and diving around him. Then he forgot that he had not been able to fly. He started diving and making loud noises of joy. അവൻ വളരെ ആഹ്ലാദത്തിൻ്റെ ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് ചിറകുകൾ അടിച്ച് പറക്കാനായി തുടങ്ങി. അവനതാ മുകളിലോട്ട് പറന്നുയരുകയാണ്. അവൻ്റെ അമ്മ അവനടുത്ത് പറന്നെത്തി. അമ്മയുടെ ചിറക് അടിയൊച്ച അവന് കേൾക്കാമായിരുന്നു. അവൻ്റെ അച്ഛനും അതാ ഇപ്പോൾ സന്തോഷത്തിൻ്റെ ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് അവനടുത്തെത്തിയിരിക്കുന്നു. അവൻ്റെ സഹോദരന്മാരും സഹോദരിമാരും അവന് ചുറ്റും ഊളിയിട്ട് പറന്ന് സന്തോഷം പ്രകടിപ്പിച്ചു. അവന് ഇതുവരെ പറക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്ന കാര്യം അവനിപ്പോൾ മറന്നിരിക്കുകയാണ്. അവൻ ആഹ്ലാദത്തിൻ്റെ ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് കുതിച്ച് പറന്നുയരുകയാണ്. He was near the sea, flying over it. He saw the vast green sea with little waves on it. He crowed amusedly. His parents, brothers and sisters had already landed on water. They started calling him. He dropped his legs, which sank into the water. He screamed with fear and tried to rise, but he was tired and weak with hunger. So his feet sank into the green sea. He was floating on it. Around him, his family was screaming and praising him, offering him scraps of dogfish. He had made his first flight. ഇപ്പോൾ അതാ പറന്നുകൊണ്ട് കടലിന് മുകളിലെത്തിയിരിക്കുകയാണ്. തൻ്റെ താഴെ പച്ച നിറത്തിൽ വിശാലമായി പരന്നു കിടക്കുന്ന കടൽ അവൻ കാണുന്നു. കുഞ്ഞു തിരമാലകളുമുണ്ട്. അവൻ കൗതുകത്തിൻ്റേതായ ശബ്ദം പുറപ്പെടുവിച്ചു. അവൻ്റെ മാതാപിതാക്കളും സഹോദരന്മാരും സഹോദരികളും വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞു. അവരതാ നീന്തിക്കൊണ്ടിരിക്കുകയാണ്. അവർ അവനെ വിളിക്കാനായി ആരംഭിച്ചു. അവൻ തൻ്റെ കാലുകൾ വെള്ളത്തിലേക്ക് ഇറക്കി. അവന് ഒരുപാട് ഭയമുണ്ടായി. അവൻ ഭയത്തിൻ്റെ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് മുകളിലോട്ട് പറന്നുയരാനായി ശ്രമിച്ചു. പക്ഷേ വിശപ്പിനാൽ അവൻ വളരെയധികം ക്ഷീണിച്ച് തളർന്നിരുന്നു. അതുകൊണ്ട് അവൻ്റെ കാലുകൾ വെള്ളത്തിലേക്ക് ആഴ്ന്നിറങ്ങി. അവന് ഇപ്പോൾ താൻ നീന്തുന്നതായി അനുഭവപ്പെട്ടു. അവൻ വെള്ളത്തിൽ ആഹ്ലാദത്തോടുകൂടി അവൻ്റെ കുടുംബത്തോടൊപ്പം നീന്തി തുടിക്കാനായി തുടങ്ങി. അവൻ്റെ മാതാപിതാക്കളും സഹോദരന്മാരും സഹോദരിമാരും അവനെ പ്രശംസിച്ചുകൊണ്ട് അവന് മത്സ്യത്തുണ്ടുകൾ അവൻ്റെ കൊക്കിൽ വെച്ചു കൊടുത്തിരുന്നു. അങ്ങനെ നമ്മുടെ കുഞ്ഞു കടൽക്കാക്ക തൻ്റെ ആദ്യത്തെ പറക്കൽ നടത്തി. This story, First Flight, teaches us the importance of building confidence and self-reliance. Here, the parents were right in what they did to make the seagull self-confident and courageous. Thus, Flaherty has shown us that parents sometimes behave in an unrelenting manner to make their children self-reliant. It shows the deep love and duty-mindedness of parents towards their children. അങ്ങനെ ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന ഈ കഥ ആത്മവിശ്വാസവും സ്വയം പര്യാപ്തതയും നേടിയെടുക്കുന്നതിനെപ്പറ്റി നമ്മെ പഠിപ്പിക്കുകയാണ്. മാതാപിതാക്കൾ ഈ കഥയിൽ
ചെയ്തത് തികച്ചും ശരിയാണ്. അവര് ആ കുഞ്ഞു കടൽക്കാക്കയെ ആത്മവിശ്വാസമുള്ളവനും ധൈര്യവാനുമാക്കി തീർത്തു. ഫ്ലേഹർട്ടി നമ്മെ പഠിപ്പിക്കുകയാണ്, മാതാപിതാക്കൾ ചിലപ്പോൾ അനുകമ്പയില്ലാതെ മക്കളോട് പെരുമാറിയെന്ന് വരാം. അവരെ സ്വയം പര്യാപ്തരാക്കുന്നതിന് വേണ്ടിയാണത്. ഇത് മാതാപിതാക്കൾക്ക് മക്കളോടുള്ള അഗാധമായ സ്നേഹവും കടമയും വ്യക്തമാക്കുകയാണ്. So dear students, my next video will be lesson 2, which is a very good motivational speech by our favorite former President of India, Dr. APJ Abdul Kalam. So dear students, thank you, and don't forget to subscribe to my YouTube channel, Mary's Thoughts and Talks.